ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെ ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ ചിക്കൻ ഫ്രൈ അല്ല, ഒരു അടിപൊളി ടേസ്റ്റിനുള്ള ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ശേഷം നന്നായിട്ട് മസാല പിടിച്ചിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. 2 വശം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നീളത്തിനരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്നൊരു വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ചിട്ടെടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി അതിനുശേഷം നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ ഇത് നല്ലതുപോലെ വരട്ടിയെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് വാങ്ങി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വരട്ടി നമ്മൾ ചിക്കൻ ഫ്രൈയുടെ രീതിയിൽ നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇതേ ഒരു പരുവത്തിന് നന്നായി ഫ്രൈ ആക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ആ തേങ്ങാപ്പാലിൽ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Thank you.